ക്ഷീണാണെങ്കിലും വെയിൽ ചിലപ്പോൾ 2-3 മണിക്കൂറൊക്കെ ചിലപ്പോൾ സംസാരിക്കാതെ ഇങ്ങനെ കിടക്കുകയാണെങ്കിലും നമ്മള് ഇപ്പൊ വീട്ടിലുണ്ടാവും ഭയങ്കര ക്ഷീണാണെങ്കിലും നമ്മളൊരു സലാം പറഞ്ഞ അവസ്ഥ മടക്കും. അത് മരണസമയം വരെ സംസാരിക്കാതിരുന്നിട്ടില്ല. എത്ര ക്ഷീണം ഉണ്ടെങ്കിലും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വലൈക്കും അസ്സലാം ഉസ്താവ് ഓക്കെയാണ്. അത് വീട്ടിലേക്കൊക്കെ എല്ലാവർക്കും അറിയാം. ഞാൻ വിശദീകരിക്കല്ല. അന്ന് രാവിലെ വ്യാഴാഴ്ച രാവിലെ സാധാരണ ഞാൻ വീട്ടിൽ പോട്ടെ ചെന്നു പോയി വന്നോ അള്ളാഹ് ഹൈറാക്കട്ടെ, ഈ വർത്താനം ലാസ്റ്റ് സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. വ്യാഴാഴ്ച രാവിലെ ഞാൻ ഷമീർ ഫൈസ് വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ മദ്രസയിൽ പരീക്ഷ ഇറക്കാണ്, ഇവിടെ നോക്കാൻ ആളില്ല, ഒന്ന് വരണമെന്ന് പറഞ്ഞപ്പോ മൂപ്പര് അവിടെ ഒരു പരിപാടിയിലാണ് തോന്നുന്നു പറഞ്ഞത്. പരിപാടിയിലാണ്, അതുകൊണ്ട് ഞാൻ എത്തൂല, ഒന്ന് വരുമെന്ന് ചോദിച്ചു. അപ്പൊ ഉസ്താദിനോട് ചോദിച്ചു, ഞാൻ അങ്ങനെ മദ്രസ പോയിട്ട് 8 മണിയാകുമ്പോൾ തിരിച്ചു വരാറുണ്ട്. ഉസ്താദ് മുണ്ടണില്ല, സംസാരിക്കണേ ഇല്ല അന്ന് രാവിലെ. അപ്പൊ ഞാന് പിന്നെ അടുത്ത ഉസ്താദിന്റെ 2ാമത്തെ മോണ്ട് ഇപ്പൊ ഷമീർ ഫൈസ് വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ ഞാൻ വരുന്നൊന്നുമില്ല, പിന്നെ ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ നിൽക്കാന്ന് പറഞ്ഞു. എന്നാ ഉസ്താദിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പൊ തന്നെ ഞാൻ വള്ളമാണോ ചോദിച്ചു. ആ വള്ളമാണെന്ന് പറഞ്ഞു. അപ്പൊ ഉസ്താദ് പോകാന്ന് സമ്മതം തന്നിട്ടില്ല രാവിലെ. അങ്ങനെ ഉച്ചയായി. ഉച്ചയോടുകൂടെ രാവിലെ അടിയിൽ പോയി ഉച്ചക്കുള്ള ഭക്ഷണം കൊടുത്ത് പിന്നെ ഉസ്താദിന്റെ 2ാമത്തെ മോനും ഞാനും ഉണ്ടായിരുന്നത്. അപ്പൊ 2ാമത്തെ മോനും ഞാനും ഉണ്ടായപ്പോ ഓൻ പറഞ്ഞു, ഞാനൊന്ന് വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റി വരാം എന്ന് പറഞ്ഞു. ഓൻ പോകാൻ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ എന്നുവെച്ചൊരു 10 മിനിറ്റ് നിൽക്കുകയെന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ സൽമാൻ ഫൈസിനെ വിളിച്ചിട്ട് അടിയിൽ പോയിട്ട് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊടുന്ന് വെച്ച്, കാരണം ജീവൻ പോവാണ്, ഒറ്റക്കാവണ്ടല്ലോ എന്ന് കരുതിയിട്ട്. ഞാൻ ഒറ്റക്കായ പിന്നെ അടിയിൽ പോകാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഇവൻ പോകാന് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊടുന്ന് വെച്ച് ഇവൻ പോകാൻ അങ്ങനെ ഒരുങ്ങുമ്പോ ഞാൻ അവനോട് പറഞ്ഞു, ഇപ്പൊ പോയാ പിന്നെ ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ. അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാം, സാധാരണ രാവിലെയും വൈകുന്നേരമാണ് വൃത്തിയാക്കല് പറഞ്ഞാൽ ബെഡ്ഷീറ്റ് ഹോസ്പിറ്റലിലെ സിസ്റ്റം അങ്ങനെയാണ്. രാവിലെ നഴ്സുമാര് വരും, വൃത്തിയാക്കും, പിന്നെ വൈകുന്നേരത്ത് ചിലപ്പോ അല്ലെങ്കിൽ ആ ദിവസമല്ല പിറ്റേന്ന്. അങ്ങനെ രാവിലെ ഒന്ന് വൃത്തിയാക്കി പോയതാണല്ലോ, പുതിയ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് പോയത്. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, ഉസ്താദ് നമുക്കൊന്ന് നന്നായിട്ട് വൃത്തിയാക്കുക, ഈ നനച്ചു തോത്തി കൊടുക്കുക, കുളിക്കാൻ ഏതായാലും കഴിയില്ലല്ലോ, പനിയല്ലേ, അപ്പൊ മൊത്തം ഒന്ന് നനച്ചു തോത്തി കൊടുക്കുക. അപ്പൊ എന്താ വെച്ചാൽ പോണീന്റെ മുമ്പേ എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് തുണക്ക ആളുണ്ടാവുമെന്ന് പറഞ്ഞ് ഉസ്താദിനെ ഞങ്ങൾ 2ആളും പിന്നെ കട്ടിൽ വന്ന് പിടിച്ച് പിന്നെ കസാലയിലെത്തിയിട്ട് നഴ്സിനോട് ബെഡ്ഷീറ്റ് പുതിയ കൊണ്ടുവരാൻ പറഞ്ഞ് അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ കൊടുന്ന് ബെഡ്ഷീറ്റ് പുതിയ കാര്യങ്ങളൊക്കെ പിന്നെ വിരിച്ച് ഉസ്താദിന്റെ ശരീരത്തിലെ മുഴുവൻ വസ്ത്രമൊക്കെ മാറ്റി ഉസ്താദിന് പുതിയ വസ്ത്രമൊക്കെ എടുത്ത് മറ്റേ കൊടുത്ത് ലെവലായി ഉസ്താദിനെ ഇങ്ങനെ കടത്തി. ഒരു 2 മണിയേക്കണം. എന്നിട്ട് അവനോട് പറഞ്ഞു, ഇഞ്ചു പോയിക്കോ, ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഉള്ളതാണ്. അങ്ങനെ അവനോട് പോയിക്കോന്ന് പറഞ്ഞു. 2ാമത്തെ അവനോട് പോയിക്കോന്ന് പറഞ്ഞു. ബാഗിൽ ഇങ്ങനെ സാധനങ്ങൾ ആക്കുമ്പോഴാണ് ഉസ്താദ് ഉസ്മാനെ എന്നൊരു വിളി വിളിക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചോദിച്ചു, അതിൽ പിന്നെ ഒന്നും മുണ്ടണില്ല. നിങ്ങൾക്ക് എന്താ വള്ളമാണോ ചോദിച്ചു. ആ എനിക്ക് വള്ളമാണെന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും ഇങ്ങനെ കടത്തിക്കാണ് ഉസ്താദിനെ, പിന്നെ നല്ല വൃത്തിയിൽ ശുദ്ധിയിൽ ക്ലിയറായി കടത്തിക്കാണ്. വള്ളമാണെന്ന് പറഞ്ഞപ്പോ ഫ്ലാസ്കിന്റെ അടപ്പില് ഉസ്താദിന് നമ്മള് വെള്ളം എടുത്ത് കൊടുത്തപ്പോ സാധാരണ ഇപ്പൊ ഒരു കൊല്ലത്തോളായിട്ട് സുഖമില്ലാത്ത എല്ലാവർക്കും അറിയാലോ, വെള്ളം ഫുള്ളായിട്ട് കുടിക്കലില്ല. കാരണം ഫുള്ളായിട്ട് കുടിക്കലില്ല പറഞ്ഞാൽ കുറച്ച് അപ്പുറത്ത് സ്വാഭാവികമായിട്ടും പോരും. ഇത് ഫുള്ളായിട്ട് കുടിച്ചു. അപ്പൊ ഇനി നിങ്ങൾക്ക് വെള്ളമാണോ ചോദിച്ചാൽ വെള്ളമാണെന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു ഫ്ലാസ്കിന്റെ ആ കപ്പ് കൊടുത്തു, അത് ഫുള്ളായിട്ട് കുടിച്ചു. അപ്പൊ ഉസ്താദ് പഴമാണോ ചോദിച്ചു. സാധാരണ റോബസ്റ്റിയ നേരത്തെ പറഞ്ഞല്ലോ കൊടുന്ന് ചീനു എന്നുള്ളത്. അപ്പൊ പഴമാണോ ചോദിച്ചു. ആ പഴമാണെന്ന് പറഞ്ഞു. അങ്ങനെ പഴം കൊടുത്ത് കഴിഞ്ഞതോടുകൂടെ ഉസ്താദിന്റെ മുഖം ആകെ ഒരു പ്രകാശിതമായി. നമ്മളിപ്പോ ഉസ്താദിന്റെ നല്ല സമയത്തും രോഗാവസ്ഥയിലും കൃത്യമായി ഉസ്താദിനെ അനുഭവിച്ചതുകൊണ്ട് 1 വർഷത്തോളായിട്ട് ഭയങ്കര ക്ഷീണം കണ്ടവർക്കറിയാം. ഒരു 5-6 വർഷമൊക്കെ ഉസ്താദിനെ കണ്ട ആ ഒരു രൂപവും ആ ഒരു മുഖപ്രസന്നതയും ഉസ്താദിന്റെ മുഖത്തിന് വെളിവായതോടുകൂടി എനിക്കെന്തോ ഒരു തോന്നി. അപ്പോ ഞാൻ കുഞ്ഞിപ്പൂനോട് പറഞ്ഞു, പിന്നെ ഉസ്താദ് സാധാരണ ഇങ്ങനെ കൈ ഇങ്ങനെ കെട്ടിയിട്ട സാധാരണ കടക്കൽ, കൈയിട്ടാൽ ഇപ്പോ നമ്മളൊക്കെ ചില ആൾക്കാർ പല പ്രകൃതിയാണല്ലോ, ഉസ്താദ് നെഞ്ചത്ത് കൈ വെച്ചിട്ടാണ് കടക്കാറുള്ളത്. അതിങ്ങനെ പതുക്കെ ഇങ്ങനെ നിർത്തിയോടുകൂടി ഈ ഒരു മുഖപ്രസന്നതയും വരികയാണ്. അപ്പൊ ഞാൻ ഉസ്താദിന് ചെറിയൊരു ശ്വാസതടസ്സമാര് തോന്നാണ്. ഡോക്ടർമാരെ ഇവരൊന്നും വിളിച്ചിട്ടൊന്നുമില്ല. എന്തോ ഒരു തോന്നൽ ഉസ്താദിന് കെലിമ ചൊല്ലി കൊടുത്തു. കുഞ്ഞിപ്പനോട് പറഞ്ഞു, ഉസ്താദിന്റെ മകനോട് പറഞ്ഞു കെലിമ ചൊല്ലി കൊടുക്കുക. ഉസ്താദിന് എന്തോ ഒരു ഇത് തോന്നമാതിരി തോന്നുന്നുണ്ട്. കാരണം മുഖം നല്ലൊരു പ്രകാശത്തിന്റെ അവസ്ഥയിലാണ് വരികയാണ്, ഒരു മുഖപ്രസന്നത. അങ്ങനെ കെലിമ ചൊല്ലി കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കൊടുത്തു. അപ്പൊ ഉസ്താദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി. പിന്നെ ഉസ്താദ് സ്വയം ഒരു 3-4 പ്രാവശ്യം അങ്ങനെ ചൊല്ലി ആണ് കണ്ണടക്കാണ്ടായത്. വളരെ സുന്ദരമായൊരു മരണം നമ്മൾ ലൈവായിട്ട് അനുഭവിക്കുകയാണ്. അങ്ങനെ നഴ്സിനെ വിളിച്ചു. നഴ്സ് ഒന്ന് പൾസ് നോക്കുമ്പോൾ കിട്ടണില്ലായിരുന്നു. ഡോക്ടർമാരൊക്കെ വന്നു. അപ്പൊ തന്നെ ഓല്
പിന്നെ ഉസ്താദിന്റെ വഫാത്ത് ഉറപ്പിച്ചു. വളരെ നല്ല രീതിയിൽ ഈ ലോകത്തോട് ബഹുമാനപ്പെട്ട ഉസ്താദ് വിട പറഞ്ഞു. അല്ലാഹു നാളെ ഉസ്താദിനെയും നമ്മയും ഒക്കെ സ്വർഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതലായി ഒരുപാട് അനുഭവങ്ങൾ, ഒരു 10 വർഷത്തോളം നിരന്തരമായ അനുഭവങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് വിശദീകരിക്കാം. ഏതായിരുന്നാലും സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് വലിയ തണലായി എന്നൊക്കെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഉസ്താദിന്റെ വഫാത്തോട് കൂടെയാണ് ശരിക്കും ഉസ്താദിന്റെ പവർ പല ആളുകൾക്കും മനസ്സിലാകുന്നത്. ഉസ്താദിന്റെ ആദർശത്തിലോ നിലപാടിലോ ഒന്നും ഒരു വിട്ടുവീഴ്ചക്കും ഉസ്താദ് തയ്യാറായിരുന്നില്ല. എന്നാൽ സൗഹൃദപരമായിട്ട് ഏതറ്റം വരെ പോകാൻ ഉസ്താദിന്റെ മനസ്സ് ആരെ മുമ്പിലും, അതൊരു കുട്ടിനോടാണെങ്കിലും വലിയ ആൾക്കാരോടാണെങ്കിലും സംസാരിക്കുന്ന കാര്യത്തിലോ ഒരു പിശുക്ക് ഉസ്താദ് കാണിച്ചിരുന്ന വിനയത്തിന്റെ കാര്യത്തില്, ലാളിത്യത്തിന്റെ കാര്യത്തില്, അലിവിന്റെ കാര്യത്തിലൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. സാധാരണ ഉസ്താദിന്റെ എണ്ണം ഒരുപാട് കാലം ഉസ്താദിനെ നടത്തിയ ഉദഹീയത്തിന് അവസാനം ഒരു 5-6 വർഷം ഇങ്ങനെ മകന് സമ്മതം കൊടുക്കലാണ്. ഇപ്പൊ ഈ ലോകത്ത് കിടക്കേണ്ട തൊട്ട് മുമ്പത്തെ ഉദഹീയത്തിൽ ഉസ്താദിന്റെ അലിവ് തൊട്ട് മുമ്പത്തെ ഉദഹീയത്ത് ഇങ്ങനെ നടക്കാൻ ഞാൻ ആ കൈ പിടിച്ച് കൊണ്ടുപോകലേ. അങ്ങനെ കൊണ്ടുപോയപ്പോ ഉസ്താദിന്റെ കണ്ണെന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. അപ്പോ പിന്നെ ഒരു 4 മിനിമം ഈ ഒരു 10 വർഷത്തിൽ എന്തായാലും 4 തോതിൽ അറുത്തിട്ടുണ്ട്. ഞാൻ അതിന്റെ 2 പറയില്ല. ഉസ്താദിന്റെ കൈ പിടിച്ച് ഇങ്ങനെ പോകുമ്പോ പറഞ്ഞ് ഉദയത്തിറക്കാനാണ് പോണത്, എന്തിനപ്പോ നിങ്ങളെ കണ്ണിന്ന് ഇങ്ങനെ വെള്ളം വരുന്നു ചോദിച്ചു. ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കലൊക്കെ ഉണ്ട്. അപ്പൊ ഉസ്താദ് പറഞ്ഞൊരു വാക്കുണ്ട്, ഉസ്മാനെ നമ്മളിപ്പോ അതൊരു ആരാധനന്റെ ഭാഗമായിട്ട് ഒരു കൂലി കിട്ടുന്ന ഭാഗമായിട്ടാണ് ഇപ്പൊ ഇത് ചെയ്യുന്നത്. എനിക്കിത് സഹിക്കാൻ കഴിയില്ല. ആ ഒരു മൃഗത്തിനെ അങ്ങോട്ട് അറുക്കല്ലേ, അത്രയും അലിവായിരുന്നു ഉസ്താദിന് എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് വളരെ വിശദമായി നമുക്കൊക്കെ പിന്നെ ചർച്ച ചെയ്യാം. ഈ വൈകിയ വേളയിൽ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.